ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ PSC സൊല്യൂഷൻസ്. അപ്പോൾ നമ്മൾ ഇന്നും UPSCയുടെ ക്വസ്റ്റ്യൻസിന്റെ പ്രാക്ടീസ് ആണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ 1984 തൊട്ട് 1987 വരെയുള്ള പ്രിലിംസിന് ചോദിച്ച UPSCയുടെ പ്രിലിംസിന് ചോദിച്ച കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് പാർട്ട് ഓഫ് പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? നമുക്കറിയാം, നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിൾ, ആമുഖം, ഇതിനകത്ത് ഏതാണ് അതിന്റെ ഇതെന്ന് പറയുന്നത്? ഏത് പാർട്ടാണ് വരുന്നത്? നമുക്കറിയാം, ഉത്തരം ഓപ്ഷൻ A ആണ് അല്ലേ? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. നമ്മുടെ പ്രിയാമ്പിൾ എങ്ങനെയാണ് തുടങ്ങുന്നത്? നമ്മുടെ ഭരണഘടനയുടെ ഐഡന്റിറ്റി കാർഡ്, രാഷ്ട്രീയ ജാതകം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന നമ്മുടെ പ്രിയാമ്പിൾ, നമ്മുടെ ആമുഖം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic. ഈ വേർഡ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർഡർ ഓർത്തിരിക്കണം. സൊവേറിയൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, പിന്നെ ഏതാണ്? ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഡു ഹിയർബൈ അഡോപ്റ്റ്, ഇനാക്ട് ആൻഡ് ഗീവ് അവർസെൽഫ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്കറിയാം, ഇതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻടു എ സൊവേറിയൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആൻഡ് ടു സെക്യൂർ ടു ഓൾ ഇറ്റ്സ് സിറ്റിസൺസ് ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ദിസ് 26th day of November 1949 do hereby adopt, enact and give to ourselves this constitution. ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ പ്രിയാമ്പിളിൽ പറഞ്ഞിരിക്കുന്ന ഏക ഡേറ്റ് ആണ് ഏത്? 26th day of November 1949. നമ്മുടെ ഭരണഘടന അംഗീകരിച്ച ദിവസം, അഡോപ്റ്റ് ചെയ്ത ദിവസം 1950 ജനുവരി 26 നമ്മുടെ ഭരണഘടന നിലവിൽ വന്നു. അപ്പൊ ഈ വേർഡ്സ് ഷുവർ ആയിട്ട് ഓർഡറിൽ തന്നെ ഓർത്തിരിക്കുക. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. Who decides whether a bill is a money bill or not? ആരാണ് ഒരു ബില്ല് ഒരു മണി ബിൽ ആണെന്ന് തീരുമാനിക്കുന്നത്, ഡിസൈഡ് ചെയ്യുന്നത്? നമുക്കറിയാം, സ്പീക്കർ ഓഫ് ദ ലോക്സഭയാണ് അല്ലെ? സ്പീക്കർ ഓഫ് ദ ലോക്സഭയാണ്. ആർട്ടിക്കിൾ 110 ആണ് മണി ബില്ലിനെ കുറിച്ച് പറയുന്നത്. മണി ബില്ലിന് രാജ്യസഭയ്ക്ക് വലിയ പവേഴ്സ് ഒന്നുമില്ല. അവർക്ക് 14 ദിവസം അത് വിത്ത്ഹോൾഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതല്ലാതെ അത് അമെൻഡ് ചെയ്യാനോ റിജക്ട് ചെയ്യാനോ ഒന്നുമുള്ള അവകാശം രാജ്യസഭയ്ക്ക് ഇല്ല എന്ന് നമ്മൾ പഠിച്ചു. ആ ബില്ല് ഒരു മണി ബില്ലാണ് ആണെന്ന് ഫൈനൽ ഡിസിഷൻ എടുക്കുന്ന സ്പീക്കർ ഓഫ് ദ ലോക്സഭയാണ്. Being a non-member, who among the following can participate in the proceedings of either house of parliament without having voting right? അതായത് എന്താണ്? ഒരു നോൺ മെമ്പർ ആണ്. ബീങ് എ നോൺ മെമ്പർ, അതൊരു അംഗമല്ല, പക്ഷേ ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്രൊസീഡിങ്സ് ഓഫ് ഐദർ ഹൗസ് ഓഫ് പാർലമെന്റ്. പക്ഷെ എന്താണ്? വിത്തൗട്ട് ഹാവിംഗ് വോട്ടിംഗ് റൈറ്റ്, വോട്ട് ചെയ്യാനുള്ള അവകാശവും ഇല്ല. ആരാണ്? അറ്റോർണി ജനറൽ ആണ്. നമുക്കറിയാം, അറ്റോർണി ജനറൽ അല്ലെ? അദ്ദേഹം എന്താണ്? നോൺ മെമ്പർ ആണ്, പക്ഷെ അദ്ദേഹത്തിന് ഐദർ ഹൗസസ്, രണ്ട് ഹൗസിന്റെ പ്രൊസീഡിങ്സിലും അദ്ദേഹത്തിന് എന്താണ്? പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ലോക്സഭയാണെങ്കിലും രാജ്യസഭയാണെങ്കിലും. പക്ഷെ എന്താണ്? വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ടോ? ഇല്ല, വോട്ട് ചെയ്യാനുള്ള അവകാശമില്ല. അദ്ദേഹം ഒരു നോൺ മെമ്പർ ആണ്. അത് ആരാണ്? അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആണ്. ഇമ്പോർട്ടന്റ് ആണ്, അറ്റോർണി ജനറൽ പരീക്ഷയ്ക്ക് ചോദിക്കാറ് ഉള്ളതാണ്. അടുത്തത്, ദ 8th ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻസ്, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ? എ ലിസ്റ്റ് ഓഫ് ലാംഗ്വേജസ്. അതായത് നമുക്കറിയാം, ഇപ്പൊ നിലവില് ഇത് 1984 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നിലവിൽ നമുക്കറിയാം 8th ഷെഡ്യൂൾ പ്രകാരം നമുക്ക് 22 ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണ് ഉള്ളത്. പക്ഷെ ഒഫീഷ്യൽ ലാംഗ്വേജസ്, നമ്മുടെ ഭരണഘടന റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജസ് ആണ് 8th ഷെഡ്യൂളിനകത്ത് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. ഉത്തരം ഓപ്ഷൻ B ആണ്. A2. ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്യുന്നത് നമ്മുടെ പ്രസിഡന്റ് ആണ്. ഇമ്പോർട്ടന്റ് ആണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, അതുപോലെ തന്നെ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ്, UPSC ചെയർമാൻ, അങ്ങനെയുള്ള വലിയ വലിയ പോസ്റ്റിലേക്ക് എല്ലാവരെയും നിയമിക്കുന്ന നമ്മുടെ പ്രസിഡന്റ് ആണ്. ലോക്സഭാ സ്പീക്കറോ? B3 ആണ്. ആരാണ്? എലക്ടഡ് ബൈ മെമ്പേഴ്സ് ഓഫ് ലോക്സഭയാണ്. നമുക്കറിയാം, ലോക്സഭയിലെ മെമ്പേഴ്സ് ആണ് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത്. ഡെപ്യൂട്ടി ചെയർമാൻ ആണെങ്കിലോ? എലക്ടഡ് ബൈ മെമ്പേഴ്സ് ഓഫ് രാജ്യസഭയാണ്. രാജ്യസഭയിലെ ഡെപ്യൂട്ടി ചെയർമാൻ ആണെങ്കിൽ അവിടുത്തെ മെമ്പേഴ്സിന്റെ ഇതോടുകൂടിയാണ് സെലക്ട് ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ആണ്, PSC ചോദിക്കാറുള്ളതാണ്. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് പെർട്ടൈൻസ് ടു അതർ. എന്താണ് മണ്ഡൽ കമ്മിറ്റി റിപ്പോർട്ട്? നമുക്കറിയാം, ബാക്ക്വേർഡ് ക്ലാസസ് ആണ്. ഉത്തരം ഓപ്ഷൻ A ആണ്. Who selects persons for appointment to the Central Civil Service in India? സെൻട്രൽ സിവിൽ സർവീസിലേക്കുള്ള അപ്പോയിന്റ്മെന്റിന്
ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത് ആരാണ്? UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പഞ്ചായത്ത് രാജ് സിസ്റ്റം വാസ് അഡോപ്റ്റഡ് ടു. എന്തിനു വേണ്ടിയാണ് പഞ്ചായത്ത് രാജ് സിസ്റ്റം നമ്മൾ അഡോപ്റ്റ് ചെയ്തത്? നമുക്കറിയാം, ടു ഇൻട്രൊഡ്യൂസ് എ ഫോം ഓഫ് ലോക്കൽ ഗവൺമെന്റ് അറ്റ് ദ വില്ലേജ്, ബ്ലോക്ക് ആൻഡ് ഡിസ്ട്രിക്ട് ലെവൽ. ഇത് ഓർത്തിരിക്കുക, വില്ലേജ്, ബ്ലോക്ക്, ഡിസ്ട്രിക്ട് ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. അവരുടെ ആ ലെവൽ എങ്ങനെയാണ്, ഏത് ലെവൽസിലാണ്? വില്ലേജ്, അത് കഴിഞ്ഞാൽ ബ്ലോക്ക്, അത് കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് ലെവൽ. ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അറ്റ് ദി വില്ലേജ്, ബ്ലോക്ക് ആൻഡ് ഡിസ്ട്രിക്ട് ലെവൽസ്. അങ്ങനെ തന്നെ UPSCയുടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഉണ്ടായിരുന്നു. Democracy exists in India. Government is run by the elective representatives of the people. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ ജനാധിപത്യമാണ് നിലനിൽക്കുന്നത്. എങ്ങനെയാണ് ഗവൺമെന്റ് റൺ ചെയ്യുന്നത്? നമ്മൾ ഈസ് എലക്ടഡ് ബൈ ദ റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ദ പീപ്പിൾ. ജനങ്ങളെ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളായിട്ടാണ് അത് ഗവൺമെന്റ് റൺ ചെയ്യുന്നത്. ഫോർ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ദിസ്, ഇത് എന്താണ്? ഇത് നല്ല രീതിയിൽ ഈ ഒരു സിസ്റ്റം, ഈ ഒരു വ്യവസ്ഥ മുന്നോട്ട് പോകണമെങ്കിൽ നമുക്കറിയാം, വൺ ഷുഡ് കാസ്റ്റ് വോട്ട് ഇൻ എലക്ഷൻസ്, അല്ലെ? നമ്മൾ എലക്ഷൻസിൽ, തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ ജനപ്രതിനിധികളെ സെലക്ട് ചെയ്യുന്നത്, തിരഞ്ഞെടുക്കുന്നത്. വൺ മസ്റ്റ് ബി പ്രോംപ്റ്റ് ഇൻ പേ ടാക്സസ്. ടാക്സസ് പേ ചെയ്യുന്ന ഇതാണോ വരുന്നത്? അല്ല. വൺ മസ്റ്റ് ബി ഗുഡ് ഹിംസെൽഫ് ആൻഡ് ടു ദ സൊസൈറ്റി ആണോ വരുന്നത്? അല്ല. വിച്ച് ഈസ് കറക്റ്റ്? ഇതിനകത്ത് ഏതാണ് കറക്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ലോക്സഭ ക്യാൻ ബി ഡിസോൾവ് ബിഫോർ 5 years. അതായത് 5 വർഷം ആകുന്നതിന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് ലോക്സഭ പിരിച്ചുവിടാം. പല കാരണങ്ങളാലും നമ്മൾ കേട്ടിട്ടുണ്ട്, സർക്കാർ താഴെ വീണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ലോക്സഭ കനോട്ട് ബി ഡിസോൾവ് ബിഫോർ 5 years ആണോ? അല്ല, ലോക്സഭ പിരിച്ചുവിടാൻ സാധിക്കും. 5 വർഷം തന്നെ പൂർത്തീകരിക്കണമെന്നില്ല. എന്തെങ്കിലും ഒരു കാരണങ്ങൾ വന്നാൽ വീഴും. രാജ്യസഭ 6 വർഷത്തേക്കാണോ? അല്ല, അതൊരു പെർമനന്റ് സഭയാണ്, സ്ഥിര സഭയാണ്. ലോക്സഭ ക്യാൻ ബി എക്സ്റ്റെൻഡ് ഇൻ, ഡെഫിനറ്റ്ലി നമുക്ക് അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. 5 വർഷമാണ് അവരുടെ സമയം എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ അത് ഓർത്തിരിക്കുക. പക്ഷെ രാജ്യസഭ നമുക്ക് ഒരിക്കലും ഡിസോൾവ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ സെലക്ടഡ് ഇൻഡയറക്ട്ലി ബൈ ദ ഇലക്ടോറൽ കോളേജ് കൺസിസ്റ്റിംഗ് ഓഫ് ദ എലക്ടഡ് മെമ്പേഴ്സ് ഓഫ് ടി. നമ്മൾ ഇന്നലെയും കണ്ട ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ഡി ആണ്. ലോക്സഭ, രാജ്യസഭ, ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് ദ സ്റ്റേറ്റും അവിടെ വരുന്നുണ്ട്. ഇത് കൂടാതെ ഡൽഹിയും പുതുച്ചേരിയും അവിടത്തെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അല്ല, ലെജിസ്ലേറ്റീവ് അസംബ്ലീസും വരുന്നു. നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഇൻഡയറക്ട്ലി ആട്ടോ, ഈ സിലക്ടഡ് ഇൻഡയറക്ട്ലി, അതും ഓർത്തിരിക്കുക. ഇൻഡയറക്ട്ലി ആണ്. ലോക്സഭ, രാജ്യസഭ, ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഓഫ് ദ സ്റ്റേറ്റ്സും വരുന്നുണ്ട്. ഡൽഹിയും പോണ്ടിച്ചേരിയും അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തവർ ചോദിക്കുന്നതാണ്, PSC ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആഫ്റ്റർ റിട്ടയർമെന്റ് എ ഹൈക്കോർട്ട് ജഡ്ജ്, അതായത് റിട്ടയർ ആയതിനു ശേഷം ഒരു ഹൈക്കോർട്ട് ജഡ്ജിന് ക്യാൻ പ്ലീഡ് ഇൻ എനി ഓഫ് ദ ഹൈക്കോർട്ട്സ്. ഏത് ഹൈക്കോർട്ട്സിൽ വേണമെങ്കിലും പ്ലീഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ആഫ്റ്റർ റിട്ടയർമെന്റ് ഒരു ഹൈക്കോർട്ട് ജഡ്ജാണ്, സുപ്രീം കോടതി ജഡ്ജ് അല്ല, ഹൈക്കോർട്ട് ജഡ്ജ് ക്യാൻ പ്ലീഡ് ഇൻ എനി ഓഫ് ദ ഹൈക്കോർട്ട്സ് പോസിബിൾ ആണ്. പഞ്ചായത്ത് രാജ് വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ സ്റ്റേറ്റ്സ് ഓഫ് രാജസ്ഥാൻ ആൻഡ്, രാജസ്ഥാനും പിന്നെ എവിടെയാണ്? ആന്ധ്രാപ്രദേശിലുമാണ്. സൗത്ത് ഇന്ത്യ, നമ്മുടെ ദക്ഷിണേന്ത്യ എടുത്ത് ചോദിക്കുവാണെങ്കിൽ ആന്ധ്രാപ്രദേശ്, അല്ലാണ്ട് ഫുൾ ആയിട്ട് ഇന്ത്യ ചോദിക്കുവാണെങ്കിൽ നമ്മുടെ രാജസ്ഥാൻ, അത് കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശ് ആണ് വരുന്നത്. ഓർത്തിരിക്കുക കേട്ടോ, ചോദിക്കാറുള്ളതാണത്. 76A ആണ്. ഇൻ എ പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ്, ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദ എക്സിക്യൂട്ടീവ് ഈസ് റെസ്പോൺസിബിൾ ടു ദ പാർലമെന്റ്. എക്സിക്യൂട്ടീവ് പാർലമെന്റിനോട് റെസ്പോൺസിബിൾ, ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ലോക്സഭയോട് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു. നമ്മൾ പല ടൈപ്പ് കണ്ടതാണ്, ഇത് ഉറപ്പായിട്ട് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. The deputy chairman of രാജ്യസഭ can be removed by a resolution. രാജ്യസഭയിലെ ഡെപ്യൂട്ടി ചെയർമാനെ നമുക്ക് എങ്ങനെ നീക്കം ചെയ്യാനായിട്ട് സാധിക്കും? ഉത്തരം ഓപ്ഷൻ ബി ആണ്. Passed by a simple majority of its total members at that time. സിമ്പിൾ മജോറിറ്റി, കേവല ഭൂരിപക്ഷം മതി, സിമ്പിൾ മജോറിറ്റി മതി. ഓർത്തിരിക്കുക, passed by a simple majority of its total members at that time. ഓക്കെ, ആ സമയത്ത് അവരുടെ ടോട്ടൽ മെമ്പേഴ്സിന്റെ ഒരു സിമ്പിൾ മെജോറിറ്റി ആണ് ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. 87ന്റെ ആൻസർ ബി ആണ്. ദ 7th ഷെഡ്യൂൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെയാ പറയുന്നത്? നമുക്കറിയാം, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് ആണ് 7th ഷെഡ്യൂൾ പറയുന്നത്. 8th ഷെഡ്യൂൾ പറയുന്നത് ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ലാംഗ്വേജസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ 8th ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മൾ പഠിച്ചതാണ്, കുറെ ലാംഗ്വേജസ് ഉണ്ട്. സിന്ധി ആൻഡ് കാശ്മീരി, സിന്ധി, കാശ്മീരി, മൈഥിലി, സന്താലി, നേപ്പാളി, കൊങ്ങിണി, നമ്മൾ കുറെ പഠിച്ചതാണ്. 1967ലും 1992ലും ഓരോ ഇത് പ്രകാരം ആഡ് ചെയ്തു. ഷുവറായിട്ടും ഓർത്തിരിക്കുക. അടുത്ത സിമ്പിൾ ക്വസ്റ്റ്യൻ, നാഷണൽ ആന്തം വാസ് റിട്ടൺ ബൈ രവീന്ദ്രനാഥ ടാഗോർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ മിനിമം പെർസെൻറ്റേജ് ഓഫ് ദ സ്ട്രെങ്ത് ഓഫ് ഓപ്പോസിഷൻ required in a state legislature for the appointment of an opposition leader? നമ്മുടെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ്, നമ്മുടെ സംസ്ഥാന നിയമസഭകളിലേക്ക് നമ്മൾ വരുമ്പോൾ ഓപ്പോസിഷൻ ലീഡർ, പ്രതിപക്ഷ നേതാവിന്റെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് മിനിമം പെർസെൻറ്റേജ് ഓഫ് സ്ട്രെങ്ത് ഓഫ് ദ ഓപ്പോസിഷൻ, ആ പ്രതിപക്ഷത്തിന് വേണ്ട ഒരു മിനിമം പെർസെൻറ്റേജ് എത്രയാണ്, അവർക്ക് ഒരു ആരെ വേണം ഒപ്പോസിഷൻ ലീഡറിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി? സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് ആട്ടോ പറയുന്നത്. നൺ ഓഫ് ദ എബവ് ആണ് ഒരു ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നൺ ഓഫ് ദ എബവ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. മാൻഡമസ് മീൻസ് നമുക്കറിയാം. മാൻഡമസ് എന്ന് പറയുന്നത് എന്താണ്? റിട്ട് ആണ് അല്ലെ? 5 റിട്ട് ഉണ്ട്. മാൻഡമസ്, ഹേബിയസ് കോർപ്പസ്, കോവാറന്റോ, സെർഷോറി, പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞ 5 എണ്ണം ഉണ്ട്. A writ issued by a superior court command that a specified thing be done. കമാൻഡ് ചെയ്യുകയാണ്, ആജ്ഞാപിക്കുകയാണ്, ഇന്നൊരു കാര്യം ചെയ്യണം, പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നില്ലെങ്കിൽ അതൊരു സുപ്പീരിയർ കോർട്ടിൽ അവിടെ ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. റിട്സ് ഇമ്പോർട്ടന്റ് ആണ്. 5 റിട്സ് ഉണ്ട്. ഓക്കെ, അടുത്തത് which of the following state has Urdu as its official language? Jammu and Kashmir. ഇത് 1986 ക്വസ്റ്റ്യൻ പേപ്പർ ആട്ടോ ഇത്. Which of the following states are not covered by the പഞ്ചായത്തി രാജ്? നമ്മൾ പഠിച്ചതാണ് പഞ്ചായത്ത് രാജ്. മേഘാലയ ആൻഡ് നാഗാലാൻഡ്. മേഘാലയ, നാഗാലാൻഡ് പഞ്ചായത്ത് രാജ് സിസ്റ്റം ഇല്ല. അതിന് പ്രത്യേകം നോട്ട് ചെയ്യാട്ടോ. മേഘാലയ ആൻഡ് നാഗാലാൻഡ്. Which of the following is correct about the chief election commissioner? നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ ബി ആണ്. 65 വയസ്സ് വരെ. ഹി ഹോൾഡ്സ് ഓഫീസ് ടിൽ ഹി അറ്റൈൻസ് ദ ഏജ് ഓഫ് 65. 65 വയസ്സ് വരെ ആട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. 64ന്റെ ആൻസർ ബി ആണ്. നമുക്കറിയാം ആരാണ് നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ? രാജീവ് കുമാർ ആണ് അല്ലെ? അദ്ദേഹം 1 സെപ്റ്റംബർ 2020 തൊട്ട് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു. അത് കഴിഞ്ഞ് 2022 മെയ് 15 അദ്ദേഹം നമ്മുടെ രാജ്യത്തിന്റെ 25ാമത്തെ, അത് നോട്ട് ചെയ്യുക, 25ാമത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിട്ട് നിയമിക്കപ്പെട്ടത്. ഇമ്പോർട്ടന്റ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഡസ് നോട്ട് റെക്കഗ്നൈസ് ദ കാസ്റ്റ് സിസ്റ്റം. നമുക്കറിയാം കാസ്റ്റ് സിസ്റ്റം, ജാതി, അങ്ങനെ ഒരു സംഭവം ഇല്ല. അതിന്റെ റീസൺ എന്താണ്? ഓൾ ഓഫ് ദ എബവ്, എല്ലാ റീസൺസും വരുന്നുണ്ട്. ഇന്ത്യ ഒരു സെക്യുലർ സ്റ്റേറ്റ് ആണ്. ഇറ്റ് ലീഡ്സ് ടു ഇനിക്വാളിറ്റി വിച്ച് ഈസ് എഗനസ്റ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്കറിയാം നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ സെക്യുലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കാസ്റ്റ് സിസ്റ്റം കൊണ്ടുവന്നാൽ ഇവിടെ തുല്യത നിൽക്കുമോ? ഇല്ല, ഇനിക്വാളിറ്റി ആകും. ഇറ്റ് ലീഡ്സ് ടു അൺടച്ചബിലിറ്റി. കറക്റ്റ് ആണ്. ആർട്ടിക്കിൾ 17 പറയുന്നത് എന്താണ്? അൺടച്ചബിലിറ്റി അബോളിഷ് ചെയ്യണമെന്നാണ്. പക്ഷെ കാസ്റ്റ് സിസ്റ്റം നമ്മൾ ഇവിടെ വെച്ചാൽ എന്താണ് വരും? അൺടച്ചബിലിറ്റി ഇവിടെ വരും. അപ്പൊ അതൊക്കെ പ്രോബ്ലംസ് ആണ്. A parliamentary bill passed by the Lok Sabha is sent to the president for assent. അതായത് ഒരു ബില്ല് പാർലമെന്റ്, അതായത് ലോക്സഭ പാസ് ചെയ്ത് പ്രസിഡന്റിന് അയച്ചു. The president sent it back to Lok Sabha for reconsideration. റീകൺസിഡർ ചെയ്യാൻ വേണ്ടി തിരിച്ചയച്ചു. If the Lok Sabha again send it back to president without making any changes, ഒരു ചേഞ്ചസും വരുത്താതെ ലോക്സഭ അത് തിരിച്ച് പ്രസിഡന്റിന് അയക്കുവാണ്. അങ്ങനെയാണെങ്കിൽ പ്രസിഡന്റ് മസ്റ്റ് ഗീവ് ഹിസ് അസെന്റ് ടു ഇറ്റ്. ഉറപ്പായിട്ടും അദ്ദേഹം അത് അസെന്റ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ നോക്കിക്കേ, എ പാർലമെന്ററി ബില്ല് പാസ്ഡ് ബൈ ആര്? ലോക്സഭ. അത് ആർക്ക് അയച്ചു? പ്രസിഡന്റിന് അയച്ചു. ഓക്കെ, പക്ഷെ അത് പ്രസിഡന്റിന് അയച്ചു. എന്താണ്? അദ്ദേഹത്തിന്റെ ഇതിനു വേണ്ടി, സമ്മതത്തിന് വേണ്ടി. ദ പ്രസിഡന്റ് സെൻഡ് ഇറ്റ് ബാക്ക് ടു ലോക്സഭ ഫോർ റീകൺസിഡറേഷൻ. ഒരിക്കൽ കൂടി ഒന്ന് റീകൺസിഡർ ചെയ്യാൻ വേണ്ടി തിരിച്ചയച്ചു. പക്ഷെ എന്താണ്? ലോക്സഭ പ്രത്യേകിച്ച് ഒരു ചേഞ്ചസും വരുത്താതെ. ഇഫ് ദ ലോക്സഭ അഗൈൻ സെൻഡ് ഇറ്റ് ബാക്ക് ടു പ്രസിഡന്റ് വിത്തൗട്ട് മേക്കിംഗ് എനി ചേഞ്ചസ്, അങ്ങനെയാണെങ്കിൽ പ്രസിഡന്റ് എന്ത് ചെയ്തിരിക്കണം? മസ്റ്റ് ഗീവ് ഹിസ് അസെന്റ്. ഉറപ്പായിട്ടും അത് സമ്മതിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, The Institute of Ombudsman was first established in. എവിടെയാണ് ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത്? നമുക്കറിയാം സ്വീഡനിലാണ്. നമ്മൾ പഠിക്കുന്നതാണ്. അല്ലേ? നമ്മൾ പഠിക്കുന്നതാണ്. ഇന്ത്യ ഈസ് എ ഫെഡറൽ സ്റ്റേറ്റ് ബിക്കോസ് ഓഫ്. ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണ്, ഒരു സ്റ്റേറ്റ് ആണ്. അതിന്റെ റീസൺ എന്താണ്? ഷെയർ ഓഫ് പവർ ബിറ്റ്വീൻ സെന്റർ ആൻഡ് സ്റ്റേറ്റ്സ്. ഇമ്പോർട്ടന്റ് ആട്ടോ. കാരണം നമുക്കറിയാം നമുക്കിവിടെ ഒരു സെൻട്രൽ ഗവൺമെന്റും ഉണ്ട്, നമുക്കിവിടെ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റും ഉണ്ട് ആണല്ലോ. സെൻട്രൽ ഗവൺമെന്റ് നമുക്ക് സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞുണ്ട് അല്ലേ? അപ്പൊ
അധികാരം എന്താണ് പവർ ഷെയർ ചെയ്തിരിക്കുകയാണ്. സ്റ്റേറ്റ്സിന്റെ കാര്യത്തിൽ അവർക്ക് കുറെ അധികാരങ്ങളുണ്ട്, സെൻട്രലിന് കുറെ അധികാരങ്ങളുണ്ട്. പക്ഷെ എന്നാലും ഹെഡ് എന്ന് പറയുന്നത് എന്താണ് സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ്. പക്ഷെ സ്റ്റേറ്റ്സിനും ഒരുപാട് അവകാശങ്ങളുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ ഫെഡറൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, India is a federal state because its constitution establishes a division of power between the central government and the state government. This division of power is called federalism. നമുക്കറിയാം, അതുകൊണ്ടാണ് നമുക്ക് സ്റ്റേറ്റ്സിനും എന്താണ് ഒരു പവർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും മെയിൻ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ് അവിടെ വരുന്നത്. ഓക്കെ, Governor of which state has been entrusted with special powers for the administration of tribal areas? ഇത് 1987 ക്വസ്റ്റ്യൻ ആണ്. അന്നത്തെ ഒരു കറണ്ട് അഫയേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, ആസാം ആണ്. എന്താണ്, അതായത് ഒരു സ്റ്റേറ്റിന് സ്പെഷ്യൽ പവർ കൊടുത്തു. അതായത് ട്രൈബൽ ഏരിയാസ്, ഗോത്രവർഗങ്ങളുടെ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഭരണത്തിനും കൂടെ ഉള്ള ഒരു സ്പെഷ്യൽ പവർ കൊടുത്തത് ഏത് സ്റ്റേറ്റിലെ ഗവർണർക്കാണ്? ആസാമാണ്. Representation of any state in രാജ്യസഭ is according to. ഓക്കെ, രാജ്യസഭയിലുള്ള റെപ്രസെന്റേഷൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു സ്റ്റേറ്റ് റെപ്രസെന്റേഷൻ ഓഫ് എനി സ്റ്റേറ്റ് ഇൻ രാജ്യസഭയിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ റെപ്രസെന്റേഷൻ കൊടുക്കുന്നതെന്നാണ്, ഒരു സ്റ്റേറ്റിന് കൊടുക്കുന്നതെന്നാണ് ചോദിച്ചത്. നമുക്കറിയാം പോപ്പുലേഷൻ ആണ്. പോപ്പുലേഷൻ ഉത്തരം ഓപ്ഷൻ എ ആട്ടോ. ആൻസർ ഓപ്ഷൻ എ ആണ്. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് ഇത്ര റെപ്രസെന്റേഷൻ രാജ്യസഭയിൽ കൊടുക്കുന്നത്. Speaker of the lower house of a state can step down by submitting his resignation to the of a state ആട്ടോ. സ്പീക്കർ ഓഫ് ദ ലോവർ ഹൗസ് ഓഫ് എ സ്റ്റേറ്റ് അത് ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ഡെപ്യൂട്ടി സ്പീക്കർ തന്നെയാണ്. ലോവർ ഹൗസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതാണ്, ലോക്സഭയാണ് അല്ലെ. സ്പീക്കർ ഓഫ് ദ ലോവർ ഹൗസ് ഓഫ് എ സ്റ്റേറ്റ് ക്യാൻ സ്റ്റെപ്പ് ഡൗൺ ബൈ സബ്മിറ്റിംഗ് ഹിസ് റെസിഗ്നേഷൻ. ആർക്കാണ് സ്പീക്കർ റെസിഗ്നേഷൻ കൊടുക്കേണ്ടത്? ഡെപ്യൂട്ടി സ്പീക്കർക്കാണ്. Judges of a high court are appointed by the president with the consent of. നമുക്കറിയാം ഒരു ഹൈക്കോർട്ടിലെ ജഡ്ജസിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആര് തന്നെയാണ്? പ്രസിഡന്റ് തന്നെയാണ്. പക്ഷെ ആരുടെ കൺസെന്റ് ആണ് അവിടെ വരുന്നത്? ഗവർണർ ആണ്. ഗവർണർ, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആൻഡ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ദ ഹൈക്കോർട്ട് കൺസേൺഡ്. ഏത് ഹൈക്കോർട്ടാണോ വരുന്നത് അവിടുത്തെ ചീഫ് ജസ്റ്റിസ് വരും, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ വരും, പിന്നെ ഗവർണറും വരും. ഓക്കെ, 102വിന്റെ ആൻസർ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 102. ജഡ്ജസ് ഓഫ് എ ഹൈക്കോർട്ട് ആർ അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ്. നിയമിക്കുന്നത് ആരാണ്? ഒരു ഹൈക്കോടതിയിലെ ജഡ്ജസിനെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡന്റ് തന്നെയാണ്. ആരിൽ നിന്നുള്ള കൺസെന്റ് ഒക്കെയാണ് എടുക്കേണ്ടത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. ആ സ്റ്റേറ്റിന്റെ ഗവർണർ വരും, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ വരും, പിന്നെ ആ സ്റ്റേറ്റിൽ ഒരു ഹൈക്കോർട്ട് ഉണ്ടല്ലോ അവിടുത്തെ ചീഫ് ജസ്റ്റിസും വരും. ഇന്ത്യ ഹാസ് എ പാർലമെന്ററി ഡെമോക്രസി സിസ്റ്റം ബിക്കോസ് ഓഫ്. നമുക്കൊരു പാർലമെന്ററി ഡെമോക്രസി സിസ്റ്റം ആണുള്ളത്. എന്താണ്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇസ് റെസ്പോൺസിബിൾ ടു ദ ലെജിസ്ലേച്ചർ. നമ്മൾ ഒരുപാട് കണ്ടതാണ്. നമ്മുടെ മിനിസ്റ്റേഴ്സ് എന്തിനോട് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു? ലെജിസ്ലേറ്ററിനോട് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്സ് ഇപ്പൊ നമ്മൾ കണ്ടു. ഫെഡറൽ സിസ്റ്റത്തിന്റെ പ്രത്യേകതയാണത്. മെമ്പേഴ്സ് ഓഫ് ദ ലോക്സഭ ഇലക്ടഡ് ബൈ ദ പബ്ലിക്. അതല്ല വരുന്നത്, അതിനകത്ത് വരുന്നത് ഇതാണ്. പാർലമെന്റ് ക്യാൻ ലെജിസ്ലേറ്റ് മാറ്റേഴ്സ് ഇൻ ദ സ്റ്റേറ്റ് ലിസ്റ്റ്. സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, യൂണിയൻ ലിസ്റ്റ് ഉണ്ട്, കൺകറന്റ് ലിസ്റ്റ് ഉണ്ട്. അപ്പൊ സ്റ്റേറ്റ് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നിയമം നിർമ്മിക്കണമെങ്കിൽ പാർലമെന്റിനെ ലെജിസ്ലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എപ്പോഴാണ്? ദ പാർലമെന്റ് ഓഫ് ഇന്ത്യ ക്യാൻ ലെജിസ്ലേറ്റ് ഓൺ മാറ്റേഴ്സ് ഇൻ ദ സ്റ്റേറ്റ് ലിസ്റ്റ്. അവർക്കും നിയമങ്ങൾ നിർമ്മിക്കാനായിട്ട് സാധിക്കും സ്റ്റേറ്റ് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട്. ഇഫ് ദ രാജ്യസഭ പാസസ് എ റെസൊല്യൂഷൻ ബൈ എ 2/3 മെജോറിറ്റി. ഇത് അലൗ ചെയ്തിരിക്കുന്നത് 249 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയാണ്. അതായത് രാജ്യസഭ ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്യണം. എന്തോ ഒരു മെജോറിറ്റി വേണം, 2/3 മെജോറിറ്റിയോട് കൂടി രാജ്യസഭ ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് സ്റ്റേറ്റ് ലിസ്റ്റിനകത്തുള്ള കാര്യങ്ങൾ മാറ്റാൻ, ലെജിസ്ലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, നിയമം നിർമ്മിക്കാനായിട്ട് സാധിക്കും. അത് 249 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, ആർട്ടിക്കിൾ ആണ് പറയുന്നത്. ഓക്കെ, ഉത്തരം ഓപ്ഷൻ ബി ആണ്. നമ്മളിപ്പോ കണ്ടു, ഇഫ് രാജ്യസഭ പാസസ് എ റെസൊല്യൂഷൻ ബൈ 2/3 ഓഫ് മെജോറിറ്റി. ദ മാക്സിമം ഗ്യാപ് ബിറ്റ്വീൻ 2 സെഷൻസ് ഓഫ് ദ പാർലമെന്റ് നമ്മൾ ഇന്നലെ കണ്ടതാണ്, 6 months ആണ് അല്ലെ, 6 months ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് 1984 തൊട്ട് 1987 വരെ UPSCയുടെ പ്രിലിംസിന് ചോദിച്ച കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കണ്ടത്. എല്ലാം നല്ല ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. പല ക്വസ്റ്റ്യൻസ് ഇപ്പോഴും PSC ചോദിക്കുന്നതാണ്. അപ്പൊ ഉറപ്പായിട്ടും പ്രാക്ടീസ് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ഓക്കെ, അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.